ഹായ് കൂട്ടുകാരെ, ഞാനപ്പോൾ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് തൊട്ട് പുറകെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളകൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എരിവ് വേണ്ടവർക്ക് അതനുസരിച്ച് എരിവിന് മുളക് കൂട്ടിയെടുക്കാം. കാരണം നമ്മൾ പച്ചമുളകല്ലാതെ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള വഴന്ന് വരാൻ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ്, സവാളയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറ് ഒന്നും ആവണ്ട, സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ രീതിയിൽ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ സവാള വഴന്ന് വരാൻ മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം, 3 തുടങ്ങി ഒരു 5 മിനിറ്റോളം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ചട്ടി കുറച്ച് ചെറുതായി പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചട്ടിയൊക്കെ മാറ്റിയിട്ടോ, എനിക്കിതിൽ ഇളക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ചിക്കനൊക്കെ ഒന്ന് ഇളക്കി. അപ്പോഴത്തേക്ക് എൻ്റെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ചിക്കനിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു 2 വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ തേങ്ങയുടെ പൊടിയുടെ കലക്കിയാണ് ഒഴിക്കുന്നത്. തേങ്ങയല്ല, തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. ഞാനിവിടെ തേങ്ങയുടെ പൊടിയാണ് എടുത്തേക്കുന്നത്. തേങ്ങയുടെ പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചിക്കൻ നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അടച്ച് നല്ല ഭദ്രമായിട്ട് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് അടിയിൽ പിടിക്കാതെ വന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ എൻ്റെ ചട്ടിയൊക്കെ മാറ്റിയിട്ടോ, കാരണം എനിക്കതിൽ ഇളക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനതുകൊണ്ട് വലിയ ചട്ടിയിലോട്ട് മാറ്റി. അപ്പോൾ എൻ്റെ ചിക്കൻ ഏകദേശം പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ 1-2 തവണ വന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ അനുസരിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ എൻ്റെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഉരുളക്കിഴങ്ങല്ല, 2-3 ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല. ഞാൻ ഏകദേശം 1 സ്പൂണോളം ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 1 സ്പൂണോളം ചതച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ എരിവുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ആദ്യം കുറച്ച് പച്ചമുളക് ചേർത്തതെന്നല്ലാതെ മുളക് പൊടിയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ നോർമൽ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ തേങ്ങ അരച്ച് പാലെടുക്കുകയാണെങ്കിൽ 2ാം പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ 1ാം പാൽ ഇരിക്കുന്നുണ്ടാവുമല്ലോ, ആ 1ാം പാൽ, അതായത് കട്ടപ്പാൽ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ തേങ്ങയുടെ പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചൂടുവെള്ളത്തിൽ തന്നെ കലക്കി അധികം വെള്ളത്തോടല്ലാതെ എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കാതെ നന്നായിട്ടൊന്ന് ചൂടായി എടുത്താൽ മാത്രം മതി. തിളപ്പിക്കാതെ നന്നായിട്ട് ചൂടായിട്ട് എടുക്കാം. അപ്പോൾ ഏകദേശം എൻ്റെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്.
നമ്മൾ മൺചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അതുകൊണ്ട് തിളയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും വെക്കാം. എൻ്റെ കയ്യിൽ മൺചട്ടി വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ അതിൽ വെച്ചു. അതിനുശേഷം നമുക്ക് വറുത്തിടാനുണ്ട്. ഞാനിവിടെ നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത്. നോർമൽ വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് കശുവണ്ടിയാണ് വറുത്തിടുന്നത്. കശുവണ്ടി കറിയുടെ ഇടയിലൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കശുവണ്ടി വറുത്തിടുകയാണ് ചെയ്യുന്നത്. പിള്ളേർക്കായാലും കശുവണ്ടിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് കശുവണ്ടി ഒന്ന് ചെറിയ ചെറിയ കഷ്ണം ആയിട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് കളറൊന്നും മാറണ്ട. ചെറുതായിട്ട് കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് കശുവണ്ടി അതിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ കശുവണ്ടി അരച്ച് ചേർക്കാറുണ്ട്. ഇതിപ്പോൾ സ്റ്റൂ ആയതുകൊണ്ട് അരക്കല്ല നമ്മൾ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ഇനി ഉള്ളി കൂടി, നമ്മുടെ ചെറുള്ളി ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ അതിൽ വറുത്തിടാൻ പോവുകയാണ്. ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി അല്ല ചെറിയുള്ളി ഉണ്ടായിരുന്നു. ആ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ എല്ലാവർക്കും യൂസ് ചെയ്തിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പത്തിൻ്റെയും ഞങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഇളക്കരുത്. ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.